ചേഞ്ചസ് ഓൺലൈനാണ്. അപ്പോൾ നമ്മുടെ 7ാമത്തെ പാഠം ലെസൺ 7 ചേഞ്ചസ് ഫ്രോട്ട് ബൈ അയൺ എന്ന് പറഞ്ഞ പാഠം ഇവിടെ എടുത്തു തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പുതിയ ഒരു പാഠം പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലെസൺ 8 നോൺ വയലൻസ്, വിറ്റ്സം ആൻഡ് പവർ. അതിൻ്റെ പാർട്ട് 1 ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 7 എന്നൊരു പാഠം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാന്ന് മനസ്സിലായി. ഇനി എങ്ങാനും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ്സസ് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ആ ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഈ വീഡിയോ തൊട്ടിട്ട് അതിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ പാഠത്തിന്റെ പാർട്ട് 1ലേക്ക് പോവാം. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയിലെ ചില വരികളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കാടും പടലും വെണ്ണീരാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടിഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി. നിങ്ങളെല്ലാവരും ആ പോയം കേട്ടില്ലേ? Okay. Based on this poem, find out the way in which the human life attained progress in India. We have discussed the Aryan invention along the Gangetic Plain. ഈ പോയത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് മനുഷ്യജീവിതം ആരംഭിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ, അതായത് ആര്യൻസ് ഇന്ത്യയിലേക്ക്, അതായത് ഗാൻജറ്റിക് വാല്യൂവിലേക്ക് വന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ 7th ലെസണിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. ആസ് എ റിസൾട്ട് ഓഫ് ആര്യൻ എക്സ്പാൻഷൻ ടു ദ ഗാൻജറ്റിക് പ്ലെയിൻസ് ബൈ 6th century BC. എപ്പോഴാണ് ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് വന്നത്? 6th centuryയിലായിരുന്നു കേട്ടോ. BC, ബിഫോർ ക്രൈസ്റ്റ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെസണിൽ എ റോഡ് ടു ഹിസ്റ്ററിയിൽ നമ്മൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പി സി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെവറൽ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ് were formed in the region when Aryan come to Gangetic Plain. Many agricultural lands and settlements were formed in that region. ആര്യൻസ് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് കൃഷി ഫീൽഡുകൾ വരാനായിട്ട് തുടങ്ങി. അതേപോലെ അവർ കൃഷി എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗമാക്കിയപ്പോൾ അവര് അതുവരെ അവര് ലൈഫ് വാണ്ടറിങ്. ഓക്കെ, അവര് അലഞ്ഞു തിരിഞ്ഞ് നടക്കലായിരുന്നു. when they started agriculture they began to lead a settled society. They become a settled society. ഓക്കെ, അവര് താമസിക്കാനായിട്ട് തുടങ്ങി ശരിക്കും. And these settlements with newly developed trading centers and towns were known as Janapadas. അവിടെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ. What is known as Janapadas? എന്തിനാണ് നമ്മൾ ജനപദ എന്ന് പറയുന്നത്? അതായത് ഇതേപോലുള്ള സെറ്റിൽമെന്റ്സ്, അഗ്രികൾച്ചറൽ ലാൻഡുകളും കൃഷിയും കൂടുതലായിട്ട് വ്യാപിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഈ സെറ്റിൽമെന്റ്സുകള് എന്താണ് ഇങ്ങനെ വന്നത്? വിത്ത് ന്യൂലി ഡെവലപ്ഡ് ട്രേഡിംഗ് സെന്റേഴ്സ്, വ്യാപാരം നടത്തുന്ന സെന്റേഴ്സിന്റെ ഒപ്പമാണ് വന്നത്. സെന്റേഴ്സ് മാത്രമല്ല, ടൗൺസ്. അതിന് പറയുന്ന പേരാണ് ജനപദാസ്. അതിന്റെ ഉത്തരം നിങ്ങൾ ആസ് എ റിസൾട്ട് ഓഫ് ആര്യൻസ് എക്സ്പാൻഷൻ ടു ദ ഗാൻജറ്റിക് പ്ലെയിൻ തൊട്ട് ടൗൺസ് were known as ജനപദാസ് വരെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, several such ജനപദ expanded up to the ഗോദാവരി ബേസിൻ. ഗോദാവരി റിവർ കേട്ടിട്ടുണ്ടോ? ആ ഗോദാവരി റിവറിന്റെ ബേസിൻ ഇപ്പുറത്തും അവിടെയാണ് ഇതുപോലെയുള്ള, അതായത് ഇവിടെ നമ്മൾ ജനപദ എന്താണെന്ന് പറയുന്നത്, ഇതേപോലെയുള്ള പലതരത്തിലുള്ള ജനപദകള് എങ്ങോട്ട് വന്നു? ഗോദാവരി ബേസിന്റെ അടുത്തേക്ക് വന്നു. 16 ജനപദാസ് gained importance among them. പലതരം ജനപദങ്ങള് ഗോദാവരി ബേസിനിലേക്ക് വന്നു. അതിലെ
16 ജനപദങ്ങളോളം ശ്രദ്ധിക്കപ്പെട്ടു. അവർക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ അവരുടെ പേരുകൾ താഴെ പഠിക്കുന്നുണ്ട് കേട്ടോ, ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ആൻഡ് കെയിം ടു ബി നോൺ ആസ് മഹാജനപദാസ്. കുറെ ജനപദങ്ങള് ഗോദാവരി ബേസിന്റെ അടുത്തേക്ക് വന്നു. അതാണ് 16 അതിൽ 16 ജനപദങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടി. ആ 16 ജനപദങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മഹാജനപദാസ്. അതായത് ഭയങ്കര വലിയ അർത്ഥത്തിലുള്ളത്. അപ്പൊ what is called Mahajanapadas? Several Janapadas extended up to the ഗോദാവരി ബേസിൻ. അതായത് പല ജനപദങ്ങളും ഗോദാവരി ബേസിന്റെ അടുത്തേക്ക് വരെ എത്തി. അത്രയും ഇതുണ്ട്. 16 Janapadas gained importance among them and came to be known as Mahajanapadas. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പറഞ്ഞു 16 ജനപദങ്ങൾ കൂടിയതാണ് ഈ മഹാജനപദ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? മഗധ വാസ് ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ മഹാജനപദ. ആ ജനപദകളിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തരാണ് ആര്? മഗധ. മഗധ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, കാണില്ലേ നിങ്ങൾക്ക്? അവിടെ നിങ്ങൾക്ക് മഗധേനെ കാണാനായിട്ട് സാധിക്കുന്നില്ലേ? ഗംഗയുടെ അവിടേക്ക് ആയിട്ട് അല്ലേ, ഗോദാവരി താഴെയായിട്ടാണ് വരുന്നത്. ആ മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഏതെല്ലാമാണ് 16 മഹാജനപദങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോ ഏതൊക്കെയാണ് ആ മഹാജനപദങ്ങള്? മഗധ, അംഗ, വാജി, മാല, കാശി, കോസല, ചെടി, പാഞ്ചാല, അസ്മക, അവന്തി, സുരസാന, കുരു, ഗാന്ധാര, കാംബൂജ, മത്സ്യ, വത്സ. ഇതൊക്കെയാണ് ആ 16 ജനപദകൾ. ഇവർ ചേർന്നിട്ടാണ് മഹാജനപദ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇത് ഫർദർ റീഡിങ്ങിനായിട്ടുള്ളതാണെങ്കിൽ പോലും ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. We have already said that Magadha was the most powerful among the Mahajanapadas. So, what are the factors that helped Magadha to grow as a powerful kingdom? എന്തെല്ലാം ഘടകങ്ങളായിരിക്കാം മഗധയെ ഒരു വലിയ ശക്തിയുള്ള ഒരു കിങ്ഡം ആക്കി മാറ്റിയത്? ആ കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പുറത്തെ പേജിൽ ഒരു പാരഗ്രാഫ് കണ്ടില്ലേ, നമുക്കൊന്ന് വായിച്ച് അതിൽ നിന്ന് നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. മഗധ ഹാഡ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ. അയൺ ഓർ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം ആയിരുന്നു അവർക്ക് കിട്ടിയത്. അപ്പൊ അവിടെ നിറയെ അയൺ ഓർ ഉണ്ടായിരുന്നു. അതാണ് ഒന്നാമത് അവരുടെ ഫാക്ടർ എന്ന് പറയുന്നത്. The use of iron weapons and implements were instrumental in the growth of Magadha. പിന്നെന്താണ്? They used iron weapons and implements. അതാണ് വേറൊരു കാരണം. അതായത് അവർ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. Iron axe was effective in clearing the dense forest of the Gangetic Plain. Gangetic Plainലുള്ള ഘോരമായ കാടുകൾ, തിക് ഫോറസ്റ്റുകൾ മുറിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. എങ്ങനെയാ? ബൈ യൂസിങ് അയൺ ആക്സ്, ഇരുമ്പ് കൊണ്ടുള്ള മഴുകൊണ്ട്. They were able to till hard soil using iron plex spear. അയണിന്റെ ഉണ്ടാക്കിയ കൈക്കോട്ട് കൊണ്ടും കല്ലപ്പ കൊണ്ടും പല മാതിരിയുള്ള കൃഷി ഉപകരണങ്ങൾ കൊണ്ട് അവർക്ക് സോയിൽ ഫെർട്ടൈൽ ആക്കാനായിട്ട് സാധിച്ചു. Agricultural production increased. These all things, the invention of iron helps to increase agricultural production. അതായത് അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് കുറെ പ്രൊഡക്റ്റ് കിട്ടും. അതെന്താണ്? കൂടി. അതുപോലെ അവർക്ക് ട്രേഡ് നടത്താനായിട്ട് സാധിച്ചു. സോ ഹിയർ when agricultural production increases, progress in trade happens. കൂടുതലായപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു, ബാക്കി എന്താ ചെയ്തവര് മറ്റു ആൾക്കാർക്ക് കൊടുത്തിട്ട് കാശ് സമ്പാദിക്കാന്ന് വിചാരിച്ചു. സോ പ്രോഗ്രസ് ഇൻ ട്രേഡ് ഈസ് അനദർ ഫാക്ടർ. പിന്നെയോ ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അവരുടെ അവിടെയുള്ള സിറ്റീസുകൾ ഇതിനനുസരിച്ച് ട്രേഡ് സെന്റേഴ്സിനനുസരിച്ച് ട്രേഡിങ്ങിനനുസരിച്ച് വളരാനായിട്ട് തുടങ്ങി. മഗധ അറ്റൈൻഡ് പ്രോസ്പെരിറ്റി വിത്ത് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ട്രേഡ്. സോ മഗധ
അറ്റൈൻഡ് പ്രോസ്പെരിറ്റി, അവർ ഭയങ്കര സമ്പന്നരാവാൻ തുടങ്ങി. ഇങ്ങനെയാണ് സമ്പന്നരാവാൻ തുടങ്ങിയത്, കൃഷിയിലും അതായത് വ്യാപാരത്തിലുമുള്ള വർധനവാണല്ലോ. അപ്പൊ അവർക്ക് കൂടുതൽ കാശാണ്, ലാഭമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മഗധയ്ക്ക് വളരെ ധനികരായി തന്നെ വേണമെങ്കിൽ പറയാം. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് is the two important factors which help Magadha to grow as a powerful kingdom. So Magadha organized, or Magadha has well organized army. അതായത് ശത്രുക്കൾ എവിടെ നിന്ന് വന്നോട്ടെ അവരെല്ലാം തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരു സേന തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദേ കൺക്വർ ദ നിയർ ബൈ റീജിയൻസ്. ബൈ ദിസ് വെൽ ഓർഗനൈസ്ഡ് ആർമി ദേ ഫോർട്ട് ബാറ്റിൽസ് വിത്ത് അതേഴ്സ് ആൻഡ് ദേ വിൻ ദാറ്റ്. ഓക്കെ, ദെൻ റൂളേഴ്സ് ഓഫ് മഗധ during their regions annexed other janapadas to Magadha, thus making it a larger kingdom. അതായത് മഗധയുടെ സമയത്തുണ്ടായിരുന്ന മഗധയിൽ ഉണ്ടായിരുന്ന റൂളേഴ്സ്, അന്നത്തെ റൂളേഴ്സ് ഭരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു, മറ്റ് 16 ജനപദങ്ങൾ, ഇതിപ്പോ മഗധയിൽ ഒന്നായതുകൊണ്ട് മറ്റുള്ള 15 ജനപദകളിൽ നിന്നുള്ള ഓരോ ജനപദങ്ങളുമായിട്ട് യുദ്ധം വെച്ചിട്ട് ജയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ജനപദങ്ങളെ തങ്ങളുടെ സ്ഥലമായ മഗധയുടെ ഒപ്പം കൂട്ടിച്ചേർത്തപ്പോൾ മഗധ ഒന്നുകൂടിയും വലുതായി. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധ ടു ഗ്രോ ആസ് എ പവർഫുൾ കിങ്ഡം? ഇതെന്താ മനസ്സിലായത്? ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ ട്ടോ. അതേപോലെ വിച്ച് ആർ ദ 16 മഹാജനപദാസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പുറത്തെ പേജിലുണ്ടായിരുന്ന ബോക്സ്, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധ ടു ഗ്രോ ആസ് എ പവർഫുൾ കിങ്ഡം? അതിന്റെ ഉത്തരമാണ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, പവർഫുൾ കിങ്ഡം, ദേ ഹാസ് എ വെൽ ഓർഗനൈസ്ഡ് ആർമി, ഗ്രോത്ത് ഓഫ് ദ സിറ്റീസ്, പ്രോഗ്രസ് ഇൻ ട്രേഡ്, പിന്നെ invention of iron, or we can write use of iron. Then they annexed, the rulers of Magadha annexed other janapadas to Magadha. ഓക്കെ, ഇതാണ് അതിന്റെ ഉത്തരം. ഇനി നമുക്ക് അഹിംസ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഭാഗമാണ് അഹിംസ എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്ത് നമുക്കിവിടെ ഒരു ഒരു വിളംബരം, ഒരു ഓർഡർ തന്നിട്ടുണ്ട്, കണ്ടോ? ഒരു ഓർഡർ. ദിസ് ഇസ് എൻ ഓർഡർ ഫ്രം ഹിസ് ഹൈനസ്. ദിസ് ഇസ് എ പ്രൊക്ലമേഷൻ ഓഫ് കിങ് ബിംബിസാര ഓഫ് മഗധ. മഗധയുടെ രാജാവായ ബിംബിസാരയുടെ ഒരു വിളംബരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ആനിമൽ സാക്രിഫൈസ്, അഹിംസയെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വിളംബരം ചെയ്യാൻ കാരണം? വാട്ട് കുഡ് ഹാവ് പ്രൊമോട്ടഡ് ഹിം ടു മേക്ക് സച്ച് എ പ്രൊക്ലമേഷൻ? നമുക്ക് നോക്കാം. അഹിംസയുടെ ഏറ്റവും നല്ല മോഡൽ നമുക്ക് ആക്കാൻ പറ്റിയ വ്യക്തിയാണ് ഫാദർ ഓഫ് അവർ നേഷൻ മഹാത്മാഗാന്ധി. അദ്ദേഹം വയലൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നോൺ വയലൻസ് സ്വീകരിച്ചിട്ട് അഹിംസയുടെ മന്ത്രമാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ചത്. എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ ഇവിടെ അഹിംസയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്, അഹിംസ എന്ന് പറയുന്ന മാർഗം പിന്തുടർന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗാന്ധിജി, അതേപോലെ തന്നെ മഹാവീര, ജൈനിസം എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയ ആളാണ്. അതേപോലെ തന്നെ ബുദ്ധിസം എന്ന മതത്തിന്റെ ഉടമ ആരാണ്? ഗൗതമ ബുദ്ധ. ഇവരൊക്കെ അഹിംസയുടെ മാർഗം പിന്തുടർന്ന വ്യക്തികളാണ്. അതിൽ വേറൊരു വ്യക്തിയാണ് കിങ് ബിംബിസാര. അതായത് ഈ മൃഗങ്ങളെ കൊന്നുള്ള ഈ ചോരക്കളിയും മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള യുദ്ധം നടത്തിയിട്ടുള്ള ചോരക്കളിയും മറ്റു കാര്യങ്ങളൊന്നും നമുക്കൊന്നും വേണ്ട, നമുക്ക് സമാധാനപൂർവ്വം നീങ്ങാം, മതി ഈ പടയൊക്കെ വെട്ടി ചോര, ഈ കളത്തിലൊക്കെ ഇങ്ങനെ ചോര നിറയുമ്പോൾ ഒരു വിഷമം, ഓരോ മനുഷ്യജീവനല്ലേ പൊലിനെന്ന് ആലോചിച്ചിട്ട്. അതായത് അഹിംസയുടെ മാർഗം സ്വീകരിക്കാനാണ് ഇവിടെ ബിംബിസാര വിളംബരം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. We have discussed the role of agricultural progress in the growth of Magadha to a
പവർഫുൾ കിങ്ഡം. മഗധ ഒരു ശക്തിയുള്ള ഒരു എന്താ പറയുക ഒരു രാജ്യമായിട്ട് മാറാൻ തന്നെ കാരണം എന്താണ്? കൃഷിയിലുണ്ടായ വർധനവാണ് അല്ലെ. കൃഷി വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. കാറ്റിൽ were the backbone of agricultural sector in those days. അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ബാക്ക് ബോൺ ഏതാണ്? അവിടെ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. കാറ്റിൽ, കന്നുകാലി വളർത്തലാണ് അതിന്റെ ഒരു നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. They were essential for plowing and a source of manure. കൃഷിക്ക് ഒരു ചെടി നമ്മൾ കുഴിച്ചിട്ടു, അതിന് വളരാനായിട്ട് എന്ത് വേണം? നല്ല മണ്ണ് വേണം. അപ്പൊ മണ്ണ് ഉഴാനായിട്ട് ഇവരെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ വളത്തിന് വേണ്ടി കൗഡം, ചാണകം എന്ന് നമ്മൾ പറയും, അത് നമുക്ക് കാറ്റിൽസിന്റെ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ ആവശ്യമായിരുന്നു. അപ്പൊ കാറ്റിലായിരുന്നു കൃഷിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാറ്റിൽസ് were the backbone of agriculture in those days. The extensive killing of cattle as offerings during the yagas adversely affected agriculture. അതായത് യാഗകള്, സാക്രിഫൈസുകള്, ബലികള് എന്നൊക്കെ നമ്മൾ പറയും, അത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ ഈ മൃഗങ്ങളെയല്ല കൊല്ലുന്നത്, കാറ്റിൽസിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കുറവ് കൃഷിയെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇവര് ഈ കാര്യങ്ങൾക്കൊക്കെ ഇവര് വേണം, എന്നിട്ട് ഇവര് ഈ മൃഗങ്ങളെ കൊല്ലുമ്പോ കൃഷി നടത്താൻ പറ്റുമോ? ശരിക്കും ഇല്ല. അപ്പോൾ ഇത് കൃഷിയെ വല്ലാതെ ബാധിച്ചിരുന്നു. അപ്പൊ മഗധയ്ക്ക് ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അല്ലെ. പതുക്കെ ആൾക്കാർ കൃഷി ഇല്ലാതാവുമ്പോ വേറെ പ്രോബ്ലംസ് ഒക്കെ വരും. നമുക്ക് നോക്കാം. It is in this concept that King Bimbisara made such a royal proclamation. അതുകൊണ്ടാണ് ബിംബിസാര പറയുന്നത് ഇതൊക്കെ നിർത്താം, ചോരക്കളിന് നമുക്ക് വേണ്ട, അഹിംസ മാത്രം മതി, നമുക്ക് നോൺ വയലൻസ് കളയാം നമുക്ക്, ഇനി നമുക്ക് വയലൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം കിങ് ബിംബിസാര ഇങ്ങനെ ഒരു പ്രൊക്ലമേഷൻ ചെയ്യാൻ കാരണം എന്നുള്ളതിന്റെ ഉത്തരം കാറ്റിൽ were the backbone of agriculture sector തൊട്ട് ലാസ്റ്റ് റോയൽ പ്രൊക്ലമേഷൻ വരികയാണ് കേട്ടോ. വാട്ട് കുഡ് ഹാവ് പ്രൊമോട്ടഡ് കിങ് ബിംബിസാര ടു മേക്ക് സച്ച് എ പ്രൊക്ലമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് എഴുതേണ്ടത്. ഇനി അപ്പുറത്തെ ഭാഗം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. During this period, Buddhism and Jainism involved against the inequalities that existed in the society. ഈ സമയത്ത് കിങ് ബിംബിസാര ഇങ്ങനെ ഒരു പ്രൊക്ലമേഷൻ നടത്തുന്ന സമയത്ത് ജൈനമതവും ബുദ്ധമതത്തിനും പ്രാധാന്യം വരികയാണ് ചെയ്യുന്നത്. ഈ രണ്ട് മതങ്ങൾ ഉണ്ടാവുകയും ഈ രണ്ട് മതങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവുകയും ഇവർക്ക്, അതായത് ഈ രണ്ട് മതങ്ങൾ നൽകുന്ന ഐഡിയ സെയിം ആണ്. എന്താണ് ഐഡിയ എന്ന് അറിയോ? അഹിംസയാണ് ഈ രണ്ട് മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മതങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആവുകയും ആ സമയത്ത് ഈ രണ്ട് മതങ്ങള് ആയിരുന്നു മതത്തിലുള്ള ആൾക്കാരെ കൂടുതൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ സമയത്ത് ബുദ്ധമതവും ജൈനമതവും. ബുദ്ധിസം ആൻഡ് ജൈനിസം ഗെയിൻ മച്ച് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണെന്നറിയോ? അവര് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പലതരം വേർതിരിവുകളും ഇൻഈക്വാളിറ്റീസ്, പലതിനും വേർതിരിവ് കാണിക്കില്ലേ, അതിനൊക്കെ ഇവരെതിരെ ശക്തമായി എതിർത്തിരുന്നു. അതിനെതിരെ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അത് ഇങ്ങനെ വേണം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ വലിയ വലിയ ആൾക്കാർ, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഈ മതത്തിലുള്ള ആൾക്കാരും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം. ജൈനിസം പ്രൊപ്പഗേറ്റഡ് ബൈ വർത്തമാന മഹാവീര. ആരാ ജൈനമതം ഉണ്ടാക്കിയത്? വർത്തമാന മഹാവീര. നമ്മൾ പറയുമ്പോൾ മഹാവീര എന്നാണ് പറയുന്നത്, മൊത്തം പേരാണ് വർത്തമാന മഹാവീര. ആൻഡ് ബുദ്ധിസം ബൈ ഗൗതമ ബുദ്ധയുടെ ആദ്യ പേരായിരുന്നു സിദ്ധാർത്ഥ എന്നുള്ളതായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം അറിയോ നിങ്ങൾക്ക്? ഇവർ രണ്ടുപേരും വലിയൊരു രാജകുടുംബത്തിലൊക്കെ ജനിച്ച ആൾക്കാരാണ്. അത്രയും സുഖസൗകര്യത്തിൽ ജനിച്ചിട്ട് ഇവർ എന്തുകൊണ്ടായിരിക്കും സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്നത്? ഇവര് നമ്മളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ഈ സാധാരണക്കാർക്കൊക്കെ എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് വല്ലാണ്ട് ഇവര് ആകുലപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇതെന്താണ് ഇതിനുള്ള കാരണം എന്നറിയാൻ ഇറങ്ങി തിരിച്ച രണ്ട് വ്യക്തികളാണ് ഇവരൊക്കെ. ഓക്കെ, നമുക്ക് അഹിംസയുടെ മന്ത്രങ്ങള് പറഞ്ഞു തന്ന രണ്ട് വ്യക്തികളാണ് ഇവര്. ഇവർ മാത്രമല്ല, നമ്മൾ ഗാന്ധിജിയുണ്ട് എങ്കിൽ പോലും ഇവരെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്ക് അവിടെ സ്റ്റാച്യു ഓഫ് മഹാവീരും സ്റ്റാച്യു ഓഫ് ബുദ്ധിയും കാണാനായിട്ട് സാധിക്കും. It was widespread animal sacrifice that promoted Buddha and Mahavira to spread the doctrine of ahimsa. ഈ സമയത്ത്
ബുദ്ധിസവും ജൈനിസം വരുന്ന സമയത്ത് ആനിമൽ സാക്രിഫൈസ് യാഗങ്ങൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇത് നിർത്തണമല്ലോ. ഇത് അഹിംസയ്ക്ക് എതിരാണല്ലോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവനെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ അഹിംസയുടെ മന്ത്രമായി ആ സമയത്ത് വന്ന 2 പേരായിരുന്നു ബുദ്ധയും മഹാവീരയും. ഞാൻ ഇന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ബുദ്ധിസം ആരാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ജൈനിസം ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദ്യം. ജൈനിസം വർത്തമാന മഹാവീര, അതേപോലെ ബുദ്ധിസം ഗൗതമ ബുദ്ധ. ഓക്കെ, അത് നിങ്ങൾ എഴുതണം. പിന്നെ അവിടെ വരുന്ന ചോദ്യങ്ങൾ അങ്ങനെയില്ല. ഇനി ചോദ്യം ഒരു ചെറിയ ഭാഗം കൂടി, അടിയിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് അവിടെ ചോദ്യം തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും ഇപ്പം ഇതെല്ലാം ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയെടുത്തു മാർക്ക് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലെസൺ 8ന്റെ പാർട്ട് 1 മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ എടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരെ എടുത്ത് ഒന്ന് പഠിച്ച് ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് എടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് തന്നെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോടോ മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നും പറയുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.